ആയിട്ടല്ല, ഒരു പരിഭവമായിട്ടല്ല. നമ്മൾക്ക് വേണ്ടുന്നത് എന്താണോ അത് കർത്താവിനോട് പറയുവാൻ ദൈവം സഹായിക്കും. ആമേൻ. ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ കർത്താവിനോട് പറഞ്ഞാൽ, ദൈവവുമായി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, എനിക്കറിയാം നിങ്ങളുടെ എല്ലാ മേഖലകളിലും കർത്താവ് ഒരു വലിയ വിടുതലുകളെ അയക്കും. വചനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, ബൈബിളിന്റെ ആദ്യ ഭാഗം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ, ഏതെല്ലാം വ്യക്തികൾ ദൈവത്തോട് തന്റെ അവസ്ഥകൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി കർത്താവ് വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ, പ്രിയ പൈതൽ ഓർമ്മിപ്പിച്ചതുപോലെ, പ്രിയ പൈതൽ പറഞ്ഞതുപോലെ, അവരുടെ ആവശ്യങ്ങൾക്കറിഞ്ഞ് അവരുടെ ആവശ്യത്തിനു വേണ്ടുന്ന നന്മകളെ തക്ക സമയത്ത് ദൈവം കൊടുത്തു എന്ന് സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി. ദൈവമക്കളെ, വെറുതെ അല്ല നമ്മളെ ഇതൊക്കെ കർത്താവ് കേൾപ്പിക്കുന്നത്. ഒന്നുകൂടെ നമ്മളെ ഉറപ്പിക്കുവാൻ, ഒന്നുകൂടെ നമ്മളെ അതിനകത്ത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞൊരു പദമാണെന്ന് എനിക്ക് തോന്നുന്നു, പത്രോസിന്റെ ലൈഫിനകത്ത്, പത്രോസിന്റെ ആ വലയ്ക്കകത്ത് ആ ശൂന്യത വന്നത് ഒരിക്കലും ഒരു തകർച്ചയ്ക്കായിരുന്നില്ല, ഒരിക്കലും ഒരു നിരാശയ്ക്കായിരുന്നില്ല. അല്പം മിനിറ്റുകൾ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കാണും, അല്പം മിനിറ്റുകൾ അല്പം വിഷമമൊക്കെ തോന്നിക്കാണും. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ആ ശൂന്യതയിൽ നിന്ന് ഒരു വലിയ മഹത്വം വെളിപ്പെടുവാൻ അത് കാരണമായെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾ പോകുന്ന പ്രശ്നം, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലം, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം നിങ്ങളുടെ ലൈഫിന്റെ തകർച്ചയ്ക്കല്ല. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നീ കടന്നു പോകുന്ന വിഷയം ഒരിക്കലും നിന്റെ തകർച്ചയ്ക്കല്ല. നീ കടന്നു പോകുന്ന പ്രശ്നം ഒരിക്കലും നിന്റെ കുടുംബം തകരുവാനല്ല, നിന്റെ ഭാവി നശിക്കുവാനല്ല, നിന്റെ തലമുറയുടെ ലൈഫ് തീരുവാനല്ല. അതിനകത്തു നിന്ന് നിനക്കെന്തോ മഹത്വം വെളിപ്പെടുവാനുണ്ട്. അതിനകത്തു നിന്ന് നിനക്കെന്തോ മഹത്വം വെളിപ്പെടുവാനുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ കടന്നു പോകുന്ന വിഷയത്തെ നോക്കി പിറുപിറുക്കണ്ട. കർത്താവേ, നീ പറഞ്ഞാൽ മതി. കർത്താവിനോട് നീ നിന്റെ അവസ്ഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ, അതിനെ സ്വീകരിക്കുവാൻ കഴിയുന്ന ദൈവജനം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കൂ. ഇന്ന് രാത്രി നമ്മുടെ ഉള്ള അവസ്ഥകളെ കർത്താവിന്റെ സന്നിധിയിൽ പറയുക. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗം. വായിച്ചോട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ആന്റി. കർത്താവ് സഹായിക്കട്ടെ. വായിച്ച കുറിവാക്യം ഇങ്ങനെ വായിച്ചു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഈ ഭാഗം വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. പല ആവർത്തി പല തവണ ഒരുപക്ഷെ നമ്മളോ അല്ലെങ്കിൽ വചനങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ഭാഗമൊക്കെ കേട്ടതാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എന്നാലും വ്യത്യസ്തമായത് എന്തോ ഈ വചനത്തിനകത്തു നിന്ന് നിങ്ങളെ കേൾപ്പിക്കുവാൻ, നിങ്ങളുടെ ലൈഫിനകത്ത് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ പറയുക,
പറയുകയാണ്, അതിന് യഹോവയാണ്, ഹല്ലേലൂയ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും അല്ലാതെ, ഹല്ലേലൂയ, വീടിനകത്ത് ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യതയുടെ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു സഹോദരിയോട്, ആമേൻ, ഹല്ലേലൂയ, ഒരു സഹോദരിയോട് അല്പം ആഹാരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അല്പം ആഹാരം എനിക്കും കൂടെ വേണമെന്ന് പറയുമ്പോൾ അവൾ പറയുന്ന ഒരു മറുപടിയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഏലിയാവ് ഇരുന്ന സാഹചര്യത്തിനകത്തു നിന്ന് തന്നെ മറ്റൊരു ദേശത്തേക്ക്, മറ്റൊരു പട്ടണ വാതിൽക്കലേക്ക്, ഒരു വിധവയുടെ വീടിനകത്തേക്ക് ദൈവാത്മാവ് മൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ ആ വീടിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏലിയാവിൽ ഇരുന്ന സാഹചര്യത്തെക്കാൾ അപ്പുറമേ. താങ്ക് യു പ്രിൻസി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഏലിയാവ് ഇരുന്നതിനെക്കാട്ടിലും ദാരിദ്ര്യമായ അവസ്ഥ, ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുകയാണ്. നോക്കിക്ക, അവിടെ ചെന്നിട്ട് താൻ പറയുകയാണ്, അല്പം ആഹാരം എനിക്ക് കൂടെ തരണം, അല്പം ആഹാരം എനിക്ക് വേണം, ഹല്ലേലൂയ, എനിക്ക് കൂടെ ഒരട നീ ഉണ്ടാക്കിക്കൊണ്ടുവാ. ഇപ്പോൾ ഈ സാഹചര്യത്തിനകത്ത് അത് പറയുമ്പോൾ ഈ സഹോദരി പറഞ്ഞ മറുപടിയാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഈ സഹോദരിയുടെ കയ്യില്, ആമേൻ, ഹല്ലേലൂയ, അല്പം ആഹാരത്തിനുള്ളതല്ലാതെ അവളുടെ ലൈഫ് വേറെ ഒന്നുമില്ല വീട്ടില്. ഇവളുടെ ചിന്ത ഇതുണ്ടാക്കി കഴിച്ചിട്ട് താനും മകനും മരിപ്പാനിരിക്കുകയാ. ആമേൻ. എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ പ്രതികൂലത്തിന് സാഹചര്യത്തിൽ വന്നു, പ്രതീക്ഷകൾ കൈവിട്ടു, മുന്നോട്ട് ജീവിക്കുവാൻ വകയൊന്നിനുമില്ല എന്ന സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ മീറ്റിംഗിനകത്ത് നിങ്ങൾ കയറുമ്പോൾ, ഈ മീറ്റിംഗിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ? മുന്നോട്ടുള്ള നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയോ? മുന്നോട്ടുള്ള ഭാവിയുടെ വഴികൾ അടഞ്ഞുപോയോ? നീ കണ്ട സ്വപ്നങ്ങളെ എവിടൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മറന്നുപോയോ? സാധ്യതകൾ കൊണ്ട് മറന്നുപോയോ? നീ കണ്ട സ്വപ്നങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നടക്കാതെ ഇരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇന്നു ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ സാഹചര്യം ഏതാണെങ്കിലും അത് കർത്താവിനോട് ഉള്ളതുപോലെ പറയാൻ തയ്യാറാണെങ്കിൽ, അത് കർത്താവിനോട് ഉള്ളതുപോലെ പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ദൈവജന ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. എനിക്കുറപ്പുണ്ട് ഇന്ന് രാത്രി ചിലരുടെ ലൈഫിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാ. ചൂടറബല ഹസ്തരാധര വൈഡവാലവ ശാരപ്രവരഘടകസിയ. ആ ദേശത്തുള്ള ആർക്കും നികത്താൻ കഴിയാത്തൊരു സാഹചര്യം, ആ ദേശത്തുള്ള ആർക്കും അവളെ സഹായിക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ആ ദേശത്ത് അവൾക്ക് സഹായിക്കുവാൻ ആരുമില്ല, ഒരു വഴിയില്ല, സാമ്പത്തികമില്ല. അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിക്കുവാനുള്ള ആഹാരം അവളുടെ അടുക്കളയ്ക്കകത്തില്ല. എല്ലാം മുന്നോട്ട് ഒരു വ്യക്തികൾ ജീവിക്കുമ്പോൾ, ജീവിതം ആരംഭിക്കുമ്പോൾ എത്രയധികം സ്വപ്നങ്ങൾ കാണും. ഒരു മകനുണ്ട്, വിധവയാ, പക്ഷേ എന്നാലും ഒരു മകനുണ്ട്. ആ മകനെ പറ്റി എത്രയധികം സ്വപ്നങ്ങൾ ഈ മാതാവ് കണ്ടു കാണും. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ കൂടാരത്തിനകത്തേക്ക് ഒരു ശൂന്യത പിശാച് കൊണ്ടിട്ടപ്പോ ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ, ആ തലമുറയുടെ സ്വപ്നത്തെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ, എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ മരിപ്പാനിരിക്കുകയാണെന്ന്. ഓ റബല ഹസ്തരാധര. സ്വപ്നങ്ങളെ നശിപ്പിച്ച് കളയുന്ന, നിന്റെ ജീവിതത്തെ എൻഡിങ് ആണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന, നിന്റെ ജീവിതം മടുത്തെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ സ്പിരിറ്റിന്റെ രാത്രി പരിശുദ്ധ ആത്മാവ് അഴിച്ചു കളഞ്ഞിട്ട് നിനക്ക് വേണ്ടി പുതിയൊരു ഓ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ, മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. നിന്റെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ നഷ്ടപ്പെട്ടു പോയോ? നിന്റെ സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളഞ്ഞോ? നിന്റെ കൂടാരത്തിനകത്ത് ദാരിദ്ര്യത്തിന്റെ വിത്തുപാകുന്ന നിന്റെ തലമുറയുടെ മേൽ ദാരിദ്ര്യത്തിന്റെ വിത്തുപാകുന്ന, നിന്റെ ഭാവിയുടെ മേൽ ദാരിദ്ര്യത്തിന്റെ വിത്തുപാകുന്ന, നിന്റെ മിനിസ്ട്രിയുടെ മേൽ ദാരിദ്ര്യത്തിന്റെ വിത്തുപാകുന്ന
രാത്രി തയ്യാറാണ്. പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ സ്വപ്നങ്ങളെ പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ കുടുംബത്തെ പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ തലമുറയെ പിശാചിന് വിട്ടുകൊടുക്കരുത്. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ പിശാചിന് വിട്ടുകൊടുക്കരുത്. തിരിച്ചു പിടിച്ചോ. ഇന്ന് രാത്രി ആരാത്മാവിൽ തിരിച്ചു പിടിക്കുന്നത്? ആരാത്മാവിനെ തിരിച്ചു പിടിക്കുന്നത്? പിശാച് തകർക്കുവാൻ നോക്കുന്ന മേഖലയെ, പിശാച് ഉടച്ചു കളയാൻ നോക്കുന്ന മേഖലയെ ആത്മാവിൽ തിരിച്ചു പിടിക്കുവാൻ, ആത്മാവിൽ തിരിച്ചു പിടിക്കുവാൻ കൃപയുള്ള ദൈവജനം, അകത്തു വെളിപ്പാടുള്ള ദൈവജനം ആത്മാവിൽ അതിനെ തിരിച്ചു പിടിക്കുക. പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനകത്ത്, പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിനകത്ത് ദൈവഹിതമില്ലാത്തത് സംഭവിക്കരുത്. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ദൈവഹിതമില്ലാത്തത് സംഭവിക്കരുത്. പിശാച് കൊണ്ടുവരുന്ന ഒരു ചിന്തകളും നോക്കിക്കേ, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ മാവില്ലെന്ന് പറഞ്ഞാ പോരെ, അല്പം കൂടെ കൂട്ടി നീ അത് പറയുമ്പോ നിന്നെ കൊണ്ട് ഒരു ഗ്രേഡ് കൂടെ കൂട്ടിച്ച് പറയുക ഞങ്ങൾ മരിപ്പാനിരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞ പ്രതീക്ഷയ്ക്ക് ഇനി ഞങ്ങൾക്ക് വകയില്ല. പ്രതീക്ഷിക്കാൻ ഞങ്ങൾ കാര്യമില്ല. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകാനുള്ളത് എന്റെ വീടിനകത്തില്ല, എന്റെ ഭരണിക്കകത്തില്ല. ഒരു കൈ കൊണ്ട് വാരുവാനുള്ള, അല്ലെങ്കിൽ ഒരു ആട ഉണ്ടാക്കുവാനുള്ള മാവ് മാത്രമേ ഉള്ളൂ, അല്പം എണ്ണയേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ മരിപ്പാനിരിക്കുകയാ. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, എത്രയോ തവണ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞു? ജീവിതത്തിന്റെ പ്രതികൂലം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, തകർച്ച വന്നപ്പോൾ, ഹല്ലേലൂയ, പൊട്ടിപ്പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ച സാഹചര്യം വന്നപ്പോ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പിശാചിന്റെ പദ്ധതികൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. പിശാച് ഒരുക്കുന്ന പദ്ധതികൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. നിന്നെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, നിന്റെ ശൂന്യത പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേൽ സ്വർഗത്തിലെ ദൈവം തരികയാ. ഹല്ലേലൂയ. നിന്റെ ശൂന്യത പൊട്ടിക്കുവാൻ, നിന്റെ നിറവിനെ നിന്റെ വീടിനകത്ത് കൊണ്ടുവരുവാൻ, ഒരു സമൃദ്ധിയെ നിന്റെ വീടിനകത്ത് വിളിച്ചു വരുത്തുവാൻ, ആത്മഹത്യയുടെ വക്കിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. പിശാച് ചില കുടുംബങ്ങൾക്ക് നേരെ ഇട്ടിരിക്കുന്ന ആത്മഹത്യയുടെ ഓരോ ഹസ്തരാധന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരണത്തിലേക്ക് വഴിതിരിച്ച് വിടുന്ന സകല സാഹചര്യങ്ങളെയോ, മരണത്തിലേക്ക് വഴിതിരിച്ച് വിടുന്ന സകല സാഹചര്യങ്ങളോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. നിന്റെ സ്വപ്നത്തെ നഷ്ടപ്പെടുത്തി നിന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്ന എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ മുന്നോട്ടുള്ള സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി അതിനെ ഇരുട്ടാക്കി, ഹല്ലേലൂയ, അതിനെ മന്ദീഭവിപ്പിച്ച്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ വേണ്ടെന്ന് വെപ്പിക്കുവാൻ, ജീവിതം മടിയെന്ന് പറയുവാൻ, ഹല്ലേലൂയ, ആത്മഹത്യയിലേക്ക് നിന്നെ തള്ളിയിടുവാൻ കൊണ്ടുവരുന്ന മരണത്തിന്റെ കെട്ടുകൾക്ക് മീതെ എന്തോ പരിശുദ്ധ ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുകയാ. ഇതുവരെ ഞാൻ സൂമിനകത്ത് അങ്ങനെ ഒരു പദം പറഞ്ഞിട്ടില്ല. എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. മരണത്തിന്റെ കെട്ടുകളെ സ്വർഗം ഇന്ന് രാത്രി അഴിക്കുകയാ. ചില മരണത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ കൂടാരത്തിനകത്തു നിന്ന് ഒരു പുതിയ ജീവനിലേക്ക് ആരൊക്കെയോ മൂവ് ചെയ്യുകയാ. പിശാച് കെട്ടിയ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ചു കളഞ്ഞ്, പിശാച് കൊണ്ടുവരുന്ന മരണത്തിന്റെ സാഹചര്യത്തെ അഴിച്ചു കളഞ്ഞ് പുതിയൊരു സാഹചര്യത്തിലേക്ക്, പുതിയൊരു അന്തരീക്ഷത്തിലേക്ക്, പുതിയൊരു സമൃദ്ധിയിലേക്ക്, പുതിയൊരു ജീവനിലേക്ക് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് നിന്റെ വീടിനകത്ത് കൊണ്ടുവരുന്നതൊന്നും നിന്റെ ലൈഫിനകത്ത് ഫലിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ അവസ്ഥകൾ ഉള്ളതുപോലെ നിനക്ക് പറയാൻ കഴിഞ്ഞാൽ, നിന്റെ അവസ്ഥ ഉള്ളതുപോലെ നിനക്ക് പറയാൻ കഴിഞ്ഞാൽ, നിന്റെ സാഹചര്യത്തിനകത്ത് ദൈവം ഇറങ്ങി വരും. പ്രിൻസി സ്വീകരിച്ചു എനിക്കറിയത്തില്ല. ഈ ദൂത് ശക്തമായി
ചലിക്കുകയാ. നിന്റെ ലൈഫിനകത്ത് നിന്ന് മരണം മാറി ഒരു പുതിയ ജീവൻ. പ്രിൻസസ് ഇസ്രായേൽ, നിങ്ങളോടുള്ള ദൂത എനിക്കറിയത്തിൽ ആത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. മതി എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന സകല സാഹചര്യങ്ങൾക്ക് മുകളിൽ നിൽക്കുവാൻ, സകല സാഹചര്യങ്ങൾക്ക് മുകളിൽ ചവിട്ടി നിന്ന് അതിനെ തകർക്കുവാൻ ഒരു അഭിഷേകം. ചൂടാലാബാര ഹസ്തരാധല വൈഡബാലവ ചാലപ്രഭര ഘടക ശബ്ദരാധല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി അത് ശക്തിയോടെ ചലിക്കുന്നു. ഈ രാത്രി അത് ഹല്ലേലൂയ ശക്തിയോടെ. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ സഹോദരി പറയുകയാണേ, ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട. ആമേൻ. ഈ അടയുണ്ടാക്കി കഴിച്ച് ഞാനും മകനും മരിക്കാനിരിക്കുകയാ. പക്ഷെ നീ മരിക്കണമെന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്ലാന്. നീ മരിക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. റൈറ്റ് ടൈമായപ്പോൾ റൈറ്റ് ടൈമായപ്പോൾ നിന്റെ മേൽ വെളിപ്പെടേണ്ട മഹത്വത്തെ തമ്പുരാൻ നിന്റെ കൂടാരത്തിനകത്ത്, ആ ഭരണിക്കകത്ത് ചെയ്തെങ്കിൽ, ആ എണ്ണയ്ക്കകത്ത് ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ഒരു ദൂത് ഒന്നുകൂടെ പറയാ. നീ കടന്നു പോകുന്ന ശൂന്യത ഒരിക്കലും അവസാനത്തിനല്ല. നീ കടന്നു പോകുന്ന പ്രതികൂലം നിന്റെ അവസാനമല്ല. നീ കടന്നു പോകുന്ന പരാജയം നിന്റെ അവസാനമല്ല. അതിനകത്തു നിന്നൊരു മഹത്വം. ചൂടാമാന ഹസ്തരാധല വൈഡബാലബ ശാലബൗഡബ. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ചിലരൊക്കെ ചില മേഖലയിൽ ഇന്ന് രാത്രി പുതിയ ജീവനിലേക്ക് മൂവ് ചെയ്യുകയാ. ഷെർണാൻഡി സ്വീകരിച്ചോ? കടന്നു പോകുന്ന ഈ ശൂന്യതയില്ലേ, കടന്നു പോകുന്ന ഈശാന മൂലന്റെ കാറ്റില്ലേ, അത് ഈ ദിവസങ്ങളിൽ ആഞ്ഞടിച്ച് പടക് തകർന്നെന്ന് തോന്നിയില്ലേ? ഹല്ലേലൂയ. മുങ്ങിയെന്ന് തോന്നിയില്ലേ? തോന്നത്തേയുള്ളൂ, മുങ്ങാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ തോന്നിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, നിന്റെ ജീവിതത്തിൽ കാറ്റടിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്. അതിനെ ആത്മാവിൽ ജയിക്കുവാൻ, അതിനെ ആത്മാവിൽ പിടിക്കുവാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരിക്കാനിരിക്കുകയാ. അല്പം മിനിറ്റുകൾ കൂടെ കഴിയുമ്പോ ഈ അട ചുട്ടുണ്ടാക്കി കഴിച്ച് ഈ സഹോദരിയും ഈ മകനും മരിക്കൂ. ഇതാ മാനുഷികമായി ഉണ്ടായ അവളുടെ പ്ലാന്. ഇതാ കുടുംബത്തിന് നേരെ പിശാച് ഇട്ടുകൊടുത്ത പ്ലാന്. പക്ഷെ പിശാചിന്റെ പ്ലാനിനെയും പദ്ധതിയെ മറിച്ചു കളഞ്ഞ് ആ വീടിനകത്ത് ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ചിലരുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ പ്ലാനുകൾ വെളിപ്പെടുകയാ. ദൈവിക പ്ലാനിനകത്തേക്ക് ആത്മാവിൽ ചിലരിന്ന് രാത്രി കയറി നിൽക്കുന്നു. ആത്മാവിൽ ചിലരിന്ന് രാത്രി മൂവ് ചെയ്യുന്നു. നിന്റെ കൂടാരത്തിനകത്ത് നടക്കുന്ന ദൈവത്തിന്റെ പ്ലാനുകളാ. ശാലിനി ജയൻ ആന്റി പരിശുദ്ധ പ്രവചിക്കുന്നു, നിന്റെ കൂടാരത്തിനകത്ത് നടക്കുന്ന ദൈവത്തിന്റെ പ്ലാനാണ്. പിശാചിട്ട പ്ലാനുകളെയോ പദ്ധതികളെയോ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പൊട്ടിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ ചില പ്ലാനുകൾ നിന്റെ വീടിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഈ അടയുണ്ടാക്കി ചുട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ അമ്മയും മകനും മരിക്കും. ആമേൻ. പക്ഷെ റൈറ്റ് ടൈമായപ്പോൾ, നിന്റെ മഹത്വം വെളിപ്പെടാൻ ടൈമായപ്പോൾ ഒരഭിഷക്തനെ നിന്റെ കൂടാരത്തിനകത്തേക്ക് അയക്കുകയാ. കാരണം ഈ സീസണിൽ നീ മരിക്കേണ്ടവളല്ല, ഇങ്ങനെ അടച്ചിട്ട് മരിക്കേണ്ടവളല്ല. നീ ഇങ്ങനെയൊന്നും മരിക്കുവാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാന്. അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ആ കൂടാരത്തിനകത്ത് മരണം മാറി ജയം വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ചിലരുടെ കൂടാരങ്ങൾക്കകത്ത് മരണം മാറി. ഓ റബ ശകരബ
മരണം മാറി, മരണം മാറി. ഹല്ലേലൂയ, ജയം വെളിപ്പെടുക. ഹല്ലേലൂയ. കൂടാരത്തിൽ ഞെരുക്കം കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന പലരും വായിക്കുന്ന വാർത്തകളാ. കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു, കടം വന്ന് ആത്മഹത്യ ചെയ്തു. എത്രയോ തവണ നമ്മൾ കേട്ടുപോയതാ. കാരണം എന്താണെന്നറിയാമോ? അവസ്ഥകൾ അതുപോലെ ദൈവത്തോട് പറയാൻ പലർക്കും കഴിയുന്നില്ല. അവസ്ഥകൾ അതുപോലെ പറയാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ഏതവസ്ഥയാണെങ്കിലും, നിന്റെ ഏത് സാഹചര്യമാണെങ്കിലും, ഇതാ എൻ്റെ അവസ്ഥ. എൻ്റെ വീട്ടിൽ നിനക്ക് കൂടെ ആഹാരം ഉണ്ടാക്കി തരാനുള്ള മാവില്ല, എനിക്കും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ. ഒരടയും കൂടെ എക്സ്ട്രാ ചുടാനുള്ള എണ്ണ ഞങ്ങളുടെ വീടിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2 വിറക് പെറുക്കിക്കൊണ്ട് വരുന്നത്. ഒരടയുടെ എക്സ്ട്രാ ചുടാനുള്ളത് എൻ്റെ കയ്യിലില്ലപ്പാന്നൊന്ന് പറ. ഒരു കാര്യത്തിനും കൂടെ ഉള്ളത് എൻ്റെ കയ്യിലില്ല, ഇന്നത് മാത്രമേ ഉള്ളൂ. ഇതാ എൻ്റെ സാഹചര്യം, ഇതാ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. കുറച്ചുകൂടെ എനിക്ക് പ്രാർത്ഥനാ മുറിക്കകത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എക്സ്ട്രാ ഒരെണ്ണം ചുടാൻ അവളുടെ വീടിനകത്ത് മാവില്ലായിരുന്നു. പക്ഷെ മഹത്വം അതിനകത്ത് വെളിപ്പെട്ടപ്പോൾ ഒരു സീസണെ പൂർത്തീകരിക്കുവാനുള്ളത് മഹത്വം വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ, ചലിക്കാൻ തുടങ്ങിയപ്പോൾ, മരണം മാറി ജീവൻ വന്നപ്പോൾ, മരണം മാറി ജീവൻ വന്നപ്പോൾ, ശൂന്യത മാറി അഭിവൃദ്ധി വെളിപ്പെട്ടപ്പോൾ, പട്ടിണി മാറി സമൃദ്ധി വെളിപ്പെട്ടപ്പോൾ, ഒരു സീസൺ മുഴുവനും വേണ്ടുന്നത്, ഒരു സീസൺ മുഴുവനും വേണ്ടുന്നത്. ഹല്ലേലൂയ. ആ ഭാഗം താഴേക്ക് വരുമ്പോൾ വായിക്കുന്നൊരു പദമുണ്ടേ, അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. ആമേൻ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അനന്തരം ഉടമക്കാരിയായ സ്ത്രീയുടെ മകൻ, ഹല്ലേലൂയ, ആ ഭാഗമൊക്കെ നിങ്ങൾ വായിക്കണമേ, 17-ാം അധ്യായം നിങ്ങൾ വായിക്കണം. കലത്തിലെ മാവ് തീർന്നു പോയില്ല. ആമേൻ. നീ നിന്റെ ഉള്ള അവസ്ഥ ദൈവസന്നിധി പറയാൻ തുടങ്ങിയാൽ നിന്റെ വീട് ശൂന്യതയാകത്തില്ല. നിന്റെ തലമുറയുടെ അവസ്ഥ നീ ഉള്ളതുപോലെ കർത്താവിനോടൊന്ന് പറഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ള അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ള അവസ്ഥകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പറയണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ അവസ്ഥകളെ പറഞ്ഞാൽ കർത്താവ് അതിനെ പണിയാൻ തുടങ്ങും, കർത്താവ് പൂർത്തീകരിക്കാൻ തുടങ്ങും. പിശാച്, ഹല്ലേലൂയ, നിന്നെ തള്ളിക്കളഞ്ഞ മേഖലകളുണ്ട്, പിശാച് നിന്നെ കുഴിച്ചിടാൻ നോക്കിയ മേഖലകളുണ്ട്, പിശാച് നിന്റെ സ്വപ്നത്തെ നഷ്ടപ്പെടുത്താൻ നോക്കിയ മേഖലകളുണ്ട്. ഇന്ന് രാത്രി എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു, കുഴിച്ചിട്ട ചില യാത്രകൾ, കുഴിച്ചിട്ട ചില യാത്രകൾ, എന്തോ ആ പദം പരിശുദ്ധാത്മാവ് പറയുന്നു, കുഴിച്ചിട്ട ചില യാത്രകൾ. ആരോടായി ദൂത് പറയുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിച്ചോളമേ. കുഴിച്ചിട്ട ചില യാത്രകൾ, ഹല്ലേലൂയ, കുഴിച്ചിട്ട ചില പഠനങ്ങൾ, കുഴിച്ചിട്ട ചില മുന്നോട്ടുള്ള വഴികൾ, കുഴിച്ചിട്ട ചില സ്വപ്നങ്ങൾ, ചില ഭാവികൾ, കുഴിച്ചിട്ട് കളഞ്ഞ ചില ശുശ്രൂഷകൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിനക്ക് തുറന്നു വരിക. സൂസൻ ആന്റി സ്വീകരിച്ചോ? സൂസൻ ജേക്കബ് സ്വീകരിച്ചോ? ചില വാഗ്ദത്തങ്ങൾ മണ്ണിട്ട് മൂടിക്കളഞ്ഞില്ലേ പിശാച്? ചില വാഗ്ദത്തങ്ങൾ കുഴിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനൊരു ജീവൻ വെപ്പിക്കുകയാ. എന്തോ പരിശുദ്ധാത്മാവ് ഒരു പദം പ്രവചിക്കാൻ പറയുന്നു. ചിലരുടെ വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി വേര് പിടിക്കുന്നു. ചിലരുടെ വാഗ്ദത്തങ്ങൾ സോരുദിവാകരൻ സ്വീകരിച്ചോ? വാഗ്ദത്തങ്ങൾ വേര് പിടിക്കുന്ന സമയമുണ്ട്. വാഗ്ദത്തങ്ങൾ വേര് പിടിക്കുന്ന പലരും ചോദിച്ചില്ല, നീ ഇങ്ങനെ ഓടിയിട്ട് എന്ത് നേടി? എവിടെല്ലാം ഓടാമോ ഓടിയിട്ട് നിനക്ക് എന്ത് കിട്ടി? ഹല്ലേലൂയ, എന്തിയേ? പക്ഷെ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു.
പറയുന്നു, നിന്റെ വാഗ്ദത്തം വേര് പിടിക്കുന്ന സമയമുണ്ട്, നിന്റെ വാഗ്ദത്തം ജീവിക്കുന്ന സമയമുണ്ട്. നിന്റെ നിനക്ക് വേണ്ടി കിടക്കുന്ന വാഗ്ദത്തങ്ങളെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരുന്ന സമയത്തിനു മുന്നേ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ കഴിയാതെ, സമയത്തിനു മുന്നേ നിന്റെ പ്രാണനെടുക്കുവാൻ നോക്കുന്ന, സമയത്തിനു മുന്നേ നിന്റെ ആയുസ്സിന് വിലയിടുന്ന, സമയത്തിനു മുന്നേ നിന്റെ ആരോഗ്യത്തിന് വിലയിടുന്ന പൈശാചിക മേഖലകളെ ഇന്ന് രാത്രി ആത്മാവിൽ ജയിക്കാൻ എനിക്കറിയാം ചിലരുടെ മേലൊക്കെ അസാധാരണമായ അഭിഷേകം ചലിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ടൈം ആകുന്നതിന് മുന്നേ നിന്നെ കൊണ്ട് വായി കൊണ്ട് മതിയെന്ന് പറയിപ്പിക്കുന്ന ഞാൻ ആരോട് അത് പറയുന്നത് സ്വീകരിച്ചോ? സമയമാകുന്നതിന് മുന്നേ നിന്റെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന മണ്ഡലത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇറങ്ങുന്നു. സ്വർഗത്തിലെ ദൈവം ഇറങ്ങുകയാ നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ. നീ സ്വീകരിച്ചോ? നിന്റെ വാഗ്ദത്തങ്ങളെ തമ്പുരാൻ വേര് പിടിപ്പിക്കുകയാ. മുടങ്ങിപ്പോയ യാത്രകളെ എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. കുഴിച്ചിട്ട യാത്രകൾ, മുടങ്ങിപ്പോയ യാത്രകൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് മൂവ് ചെയ്യിപ്പിക്കുകയാ. നീ റെഡി ആയിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ. ഒരു വീടിന്റെ വലിയ പ്രതീക്ഷ ആയുസ് അവസാനിക്കുന്നത് വരെ ജീവിക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. പക്ഷെ നോക്കിക്കേ, ഒരു ദാരിദ്ര്യത്തിന്റെ വിത്ത് കൂടാരത്തിനകത്ത് അങ്ങ് പാകി പിശാച്. ഒരു ദാരിദ്ര്യത്തിന്റെ വിത്ത് ഈ വീടിനകത്ത് പാകി. ഇപ്പൊ ഈ സഹോദരിയെ കൊണ്ട് പറയിപ്പിക്കുക, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്, നിന്റെ കൂടാരത്തിനകത്ത് പിശാച് പാകുന്ന ചില വിത്തുകളെ വേരോടെ പറിച്ചു കളയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ ധൈര്യമുണ്ട്? നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ തലമുറകളുടെ മേൽ പിശാച് പാകുന്ന അനാവശ്യ വിത്തുകളെ നിന്റെ തലമുറയുടെ മേൽ പിശാച് പാകുന്ന അനാവശ്യ വിത്തുകളെ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഹല്ലേലൂയ പിശാച് പാകുന്ന ചില അനാവശ്യ വിത്തുകൾ, സംശയത്തിന്റെ വിത്തുകൾ, ഹല്ലേലൂയ ചില പ്രതികൂലത്തിന്റെ വിത്തുകൾ നിന്റെ വീടിനകത്ത് പാകിയിട്ട് നിന്നെ രണ്ട് വഴിക്കാക്കുവാൻ, നിന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ, നിന്നെ പൊട്ടിച്ച് കളയുവാൻ നോക്കുന്ന ആ മേഖലകളെ ആത്മാവിലൊന്ന് ജയിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ദൈവം നിന്നെ നിറയ്ക്കും. ഒരട ചുട്ട് മരിക്കാനിരുന്ന സഹോദരി ആ ഒരു സീസൺ മുഴുവനും, ആ ഒരു ടൈം മുഴുവനും ഉള്ളത് തിരിച്ചു പിടിച്ചെന്ന്. ഹല്ലേലൂയ. അവിടെ പറയണേ, യഹോവ ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്ന നാൾ വരെ, ആമേൻ, ഹല്ലേലൂയ. യഹോവ ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ ഇരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും, നീ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, നീ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഞാൻ പറയാ, ആ കമ്പനിക്കകത്ത് എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, നീ ഒരു രാജ്യത്ത് നിൽക്കുന്നുണ്ടോ, അവിടെ ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഹല്ലേലൂയ, നിന്റെ നന്മ മുടങ്ങത്തില്ല.
എങ്ങോട്ടെങ്കിലും ഓടിച്ചെന്ന് പറഞ്ഞോ ഈ സഹോദരി? എങ്ങോട്ടെങ്കിലും ഓടിപ്പോയോ? ആരോടെങ്കിലും ചെന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ കൂടാരത്തിനകത്ത് വിടുതൽ വരികയാണ്. അവിടെ കൂടാരത്തിനകത്തേക്ക് വിടുതൽ വരികയാ. നീ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നീ മുറിക്കകത്തിരുന്ന് മുട്ടുമടക്കുമ്പോ, നീ ആരാധിക്കുമ്പോ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, നിന്റെ വീടിനകത്തേക്ക്. നിന്റെ പ്രശ്നം നീ നാട്ടിലുള്ളവരോട് പറയണ്ട. നിന്റെ പ്രശ്നം നീ ദൂരെയുള്ള ആരെയും ഫോൺ വിളിച്ച് പറയണ്ട. ഹല്ലേലൂയ. നിന്റെ സങ്കടം നീ ആരോടും പറയണ്ട. എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങൾ ആരോടും നീ പറയണ്ട. നിന്റെ സങ്കടം കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. കാരണം ലോകത്തിന് തരാൻ കഴിയാത്ത, ലോകത്തിന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിൽ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും. എന്ത് ചെയ്യണമെന്നറിയാമോ? വിഷയം വരുമ്പോ, പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, തകർന്നെന്ന് തോന്നുമ്പോ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഉള്ള അവസ്ഥയെ അതുപോലെ പറയാൻ കഴിയാമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയാ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടാരത്തിനകത്ത് അതിനുള്ള വിടുതൽ എന്റെ ദൈവം അയക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ, അതനുഭവിക്കാൻ ഈ മാർച്ച് മാസം റെഡിയാകട്ടെ. അതനുഭവിക്കാൻ റെഡിയാകട്ടെ. പരിശുദ്ധാത്മാവനോട് അങ്ങനെ തന്നെ പറയുന്നു. വഴി അടഞ്ഞ ചില വിഷയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി അടഞ്ഞ ചില വിഷയങ്ങൾക്ക് മുകളിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചില പുതിയ വഴികളെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ചില പുതിയ വഴികളെ തുറക്കാൻ ആഗ്രഹിക്കുകയാ. ആരുടെയൊക്കെയോ വഴികൾ അടഞ്ഞുപോയി, ആരുടെയൊക്കെയോ യാത്രകൾ, ആരുടെയൊക്കെയോ യാത്രകൾ പാതി വഴിയിൽ മങ്ങിപ്പോയി. പാതി വഴിയിൽ അവരുടെ സ്വപ്നങ്ങൾ നശിച്ചുപോയി. ഇനി ഒരിക്കലും എനിക്കത് ലഭിക്കത്തില്ലെന്ന് പറയുന്ന ആരോടോ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുകയാ. നോ, നിന്റെ വഴി അടഞ്ഞിട്ടില്ല. നിന്റെ വഴി അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വഴി അടഞ്ഞിട്ടില്ല. നിനക്കുള്ള വഴിയെ കർത്താവ് തുറക്കും. നിനക്ക് വേണ്ടുന്നത് ദൈവം തുറക്കും. കരമടിച്ച് അല്പ മിനിറ്റുകൾ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. വായ തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വഴി അടഞ്ഞിട്ടില്ലെന്ന്. എൻ്റെ വഴി അടഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടുന്നത് എൻ്റെ ദൈവം എൻ്റെ ലൈഫിൽ കൊണ്ടു തരുമെന്ന് എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേർ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു? ഞാൻ നിങ്ങളോട് പറയാം, വായിച്ചല്ലോ, ആ മഴ പെയ്യുന്ന ടൈമോ, എന്നാ വലിയ വിടുതലല്ലേ. ഹല്ലേലൂയ. എത്രയാ ഉണ്ടായിരുന്നത്? ഒരട ചുടാനുള്ളത്. ആമേൻ. ഒരട ചുടാനുള്ളത്. പക്ഷെ കർത്താവ് നിന്നെ നിറയ്ക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, നിന്റെ മിനിസ്ട്രി ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. നിന്റെ ശുശ്രൂഷ ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്റെ വഴി അടയുകയല്ല ചെയ്യുന്നത്. നിന്റെ തലമുറയുടെ വഴി അടയുകയല്ല ചെയ്യുന്നത്. നീ പോലും അറിയാതെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. നീ പോലും അറിയാതെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് ഒറ്റ പറച്ചിലേ ഉള്ളൂ, എൻ്റെ കയ്യിൽ അല്പമേ ഉള്ളൂ. ഉടനെ ഏലിയാവ് പറയണേ, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ഭയപ്പെടരുത്. നീ ഒരു പ്രശ്നത്തിനകത്തും ഭയപ്പെടരുത്. പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രതികൂലത്തെ നോക്കിയും ഭയപ്പെടരുത്. കാരണം നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ ഉറപ്പിക്കുകയാ, പിശാച് കൊണ്ടുവരുന്ന ഒരു പ്രതിസന്ധിക്ക് മുന്നിലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാ ഉണ്ടാകരുത്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് നിങ്ങളുടെ മുന്നിൽ കാണുന്ന വിഷയത്തെ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന പ്രതികൂലത്തെ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന പർവ്വതത്തെ ജയിക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തെ നോക്കിയും നിങ്ങൾ ഭയപ്പെടരുത്. ഇവിടെ പറയാം, ഭയപ്പെടേണ്ട. നീ ചെന്ന് നീ പറഞ്ഞതുപോലെ നീ ചെയ്യ. എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ ഇട ഉണ്ടാക്കി കൊണ്ടുവരിക.
പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. ആദ്യം എനിക്കുള്ളത് കൊണ്ടുവാ, പിന്നെ നീയും നിന്റെ മകനും അടുത്തതുണ്ടാക്കി കഴിക്കുക. രണ്ടാമത്തെ കാര്യമല്ലേ മരിക്കുമെന്നുള്ളത്. ദൈവം നിന്റെ കാര്യത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ, അല്ല, ദൈവം നീ മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം നീ ചില വാഗ്ദത്തങ്ങൾ കൂടെ കാണണമെന്ന പദ്ധതിയിട്ടിരിക്കുന്നത്. ചില നന്മകൾ കൂടെ നീ അനുഭവിക്കണമെന്ന ദൈവം പ്ലാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ആ പ്ലാനിൻ്റെ മുകളിൽ നീ സ്വയമായിട്ട് പറഞ്ഞാൽ മരിക്കാൻ പറ്റത്തില്ല. നീ സ്വയമായി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ സീസണിൽ നിനക്ക് വേണ്ടുന്നത് നൽകി തരുവാൻ നിന്റെ വീടിനകത്തേക്ക് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്നെന്ന് പറഞ്ഞതുപോലെ, നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. ആമേൻ. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന വിഷയത്തിനകത്ത്, നീ ഇരിക്കുന്ന പ്രതിസന്ധിക്കകത്ത്, കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ കർത്താവ് അയക്കും. ആമേൻ. നീ ആ പ്രശ്നം കണ്ട് ഭയപ്പെട്ട്, ഭയമുള്ളിൽ വരുമ്പോഴാണ് എപ്പോഴും മടുപ്പ് നമുക്ക് തോന്നുന്നത്. ഭയം വരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ വിഷയങ്ങളിലൊക്കെ ഉള്ള ഭയം വരുമ്പോഴാണ് മടുപ്പ് നമ്മുടെ ലൈഫിൽ വരുന്നത്. മടുപ്പ് വരുമ്പോൾ ജീവിതം വേണ്ടെന്ന് വെക്കാൻ തോന്നും, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നും. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യമായി പറയാം, നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ ഫസ്റ്റ് പുറത്താക്കണം. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെടുകയല്ല. ആത്മാവിൽ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിട്ട് പറയണം, പിശാചേ, നീ ഇട്ട പ്രശ്നത്തിനകത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. പിശാചേ, നീ ഒരുക്കുന്ന കെണിക്കകത്ത് എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ കേട്ട വാഗ്ദത്തമുണ്ട്, ഞാൻ കേട്ട നിയോഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ കേട്ട ദൈവശബ്ദമുണ്ട്. ഇന്നലെ പകല് ഞാൻ മാവേലിക്കര YWC പ്രസംഗിച്ചപ്പോൾ ഒരു പദം പറഞ്ഞു, ഏലിയാവ്, ഹല്ലേലൂയ, ചൂരച്ചെടിയുടെ തടലിൽ ഇതൊരു ഭാഗമുണ്ട്. ഈ ഏലിയാവിനെ പറ്റി ദൈവത്തിന് ഭയങ്കര പദ്ധതിയാ, ഭയങ്കര ദൈവ പദ്ധതി. പക്ഷെ ഈ പദ്ധതിയെ മറിച്ച് കളയുന്ന ഒരു പൈശാചിക പദ്ധതി. ദൈവത്തിന് വലിയൊരു പ്ലാൻ കിടക്കുന്നു, അപ്പോൾ തന്നെ ഇതിനെ മറിച്ച് കളയുന്ന ഒരു പൈശാചിക പദ്ധതി. എന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി ദൈവത്തിൻ്റെ പ്ലാൻ ഒരു സൈഡിൽ കിടക്കുമ്പോൾ അതിനെ മറിച്ച് കളയുന്ന പൈശാചിക പദ്ധതികളും അതുപോലെ എഴുന്നേറ്റ് വരും. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. നിങ്ങളുടെ മേൽ എത്രയധികം വാഗ്ദത്തമുണ്ടോ അത്രയും അധികം പ്രതികൂലവും പിശാച് ഉണ്ടാക്കിക്കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാൻ നോക്കി, ഏലിയാവിനെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതിയാണ്. പക്ഷേ അതിനെ മറിച്ച് കളയുവാൻ, അതിനെ തകർത്ത് കളയുവാൻ ഇസബേലിൻ്റെ ഒരു പദ്ധതി വരികയാണ്. നാളെ ഞാൻ നിന്റെ തലയെയോ ഈ നേരത്ത് അവരിൽ ഒരുവനെ പോലെയാക്കും, ഞാൻ നിന്റെ തലയും എടുത്തു കളയും. ഇത് പിശാചിൻ്റെ പദ്ധതി. ആമേൻ. ഈ പദ്ധതിയെ ഭയപ്പെട്ടിട്ട് ഇപ്പൊ ഏലിയാവും പറയുക, മതി കർത്താവേ. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവിക പദ്ധതിയുള്ള വ്യക്തി, ദൈവികത്തിന്റെ പ്ലാനിനകത്തേക്ക് കയറേണ്ട വ്യക്തി ഇപ്പോൾ പൈശാചിക പദ്ധതികളെ ഭയന്നിട്ട് പറയുകയാണ്, മതി, എനിക്ക് മരിച്ചാ മതി. നോക്കിക്കേ, ഈ രണ്ട് പദ്ധതികളുമല്ല തൻ്റെ ലൈഫിനകത്ത് നടന്നത്. ഞാൻ പറയാം, ഏലിയാവേ, അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന് നിന്നെ എടുത്തുകൊണ്ട് പോകുവാൻ പ്ലാനുള്ളപ്പോ ഏതെങ്കിലും ഇസബേല് കൊണ്ടുവന്നിടുന്ന പദ്ധതിക്ക് നിന്റെ പ്രാണനെ എടുക്കാൻ പറ്റത്തില്ലെന്ന്, നിന്റെ പ്രാണനെ പറിച്ചു കളയാൻ പറ്റത്തില്ല. ഒരു ചൂരച്ചെടിക്കകത്തോ നിന്റെ ശരീരം അനാഥ പ്രേതം പോലെ കിടക്കത്തില്ലെന്ന്. നീ എടുക്കപ്പെടുവാൻ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് ഇസബേല് പറഞ്ഞാലോ, ഏത് ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാലോ നിന്റെ പ്രാണനെ തൊടാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ മഹത്വം നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടെ തട്ടി ഉണർത്തുക. ഒരു ഹെവൻലി ടച്ച്. 2, ഒരു ഫുഡ്, ഒരു ഹെവൻലി ഫുഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ
പറയട്ടെ, നീ ഇരിക്കുന്ന അവസ്ഥ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിന്നെ തൊടും. നിനക്ക് വേണ്ടുന്ന നന്മകൾ തന്ന് ഒരു ഹെവൻലി ഫുഡ് നിനക്ക് കിട്ടിയാൽ ഹോരബോളം ഓടാനുള്ളൊരു ബലം നിന്റെ ശരീരത്തിനകത്ത് കർത്താവ് തരും. ആമേൻ. ഒരു സീസൺ മുഴുവനും വേണ്ടുന്നത് ആ കുഞ്ഞ് മാവിനകത്ത്, ആ ഭരണിക്കകത്ത്. നിങ്ങളൊന്ന് ആ ഭാഗമൊക്കെ ചുമ്മാ വായിച്ച് വിട്ടുകളയല്ലേ. അത് നമ്മുടെ ലൈഫുമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. അത് ലൈഫുമായിട്ട് അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവിടെ ഇത് നടന്നെങ്കിൽ, ഇവിടെ ഇത് നടന്നെങ്കിൽ എൻ്റെ വീടിനകത്ത് ഇത് നടക്കണം, എൻ്റെ തലമുറയിൽ ഇത് നടക്കണം. സാരാഫാത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ എവിടെങ്കിലും മാത്രമല്ല, ഇത് എൻ്റെ ലൈഫിനകത്ത്, ഞാൻ വായിക്കുന്ന വചനങ്ങൾ എൻ്റെ ലൈഫിനകത്ത് നടക്കണം. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറയോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, ഇവിടെ ഒരു അത്ഭുതം നടന്നെങ്കിൽ, ഇവിടെ ഒരു വിടുതൽ നടന്നെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ കൂടാരത്തിനകത്ത് അത് നടക്കണം. എനിക്കുറപ്പുണ്ട്, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയാം, ഈ ആഴ്ച നിങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെയുള്ള ചില വിടുതലുകളെ കർത്താവ് ചെയ്യും. അങ്ങനെയുള്ള ചില വിടുതലുകളെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഒരു സീസൺ മുഴുവനും തീരാനുള്ളത്. ഹുറാബ ഷകസതേരിയ. ഹല്ലേലൂയ. 2025 എങ്ങനെ ആരംഭിച്ചോ? ഹല്ലേലൂയ. ഒരുപക്ഷെ ഹല്ലേലൂയ 2-ാം മാസം കഴിയുമ്പോൾ വലിയ ശൂന്യതയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ഡിസംബർ മാസം വരെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. തലമുറയുടെ ഭാവി എന്താകുമെന്ന് അറിയത്തില്ല, അവരുടെ യാത്രകൾ എന്താകുമെന്ന് അറിയത്തില്ല, വിദ്യാഭ്യാസം എന്താകുമെന്ന് അറിയത്തില്ല, ശുശ്രൂഷകൾ എന്താണെന്ന് അറിയത്തില്ല, നിന്റെ മിനിസ്ട്രി എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. പാതി വഴിക്ക് അടഞ്ഞു പോയോ? പാതി വഴി അടഞ്ഞ വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ഒരു വഴിയും അടഞ്ഞു പോയിട്ടില്ല. നിന്റെ ഒരു വഴിയും അടഞ്ഞു പോയിട്ടില്ല. പിശാചിന് ഒരു വഴിയും അടയ്ക്കാൻ കഴിയത്തില്ല. ഏലിയാവിനെ എടുത്തു കൊണ്ടുപോകാൻ പ്ലാൻ ഉള്ളപ്പോ ഇസബേലിന്റെ ഒരു പദ്ധതിക്കോ ഏലിയാവിന്റെ മേൽ തൊടാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ തൊടാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ തൊടാൻ ഒരു ഇസബേലിന്റെ ശക്തിക്കും കഴിയത്തില്ലെന്ന് ഒരു വാഗ്ദത്തത്തെയും തൊടാൻ. നിങ്ങൾ വായ് തുറന്ന് പറഞ്ഞാട്ടെ, എൻ്റെ വാഗ്ദത്തത്തെ തൊടാൻ ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. എൻ്റെ വാഗ്ദത്തത്തെ തൊടാൻ ഒരു പ്രതികൂലത്തിനും കഴിയത്തില്ല. എൻ്റെ വാഗ്ദത്തത്തെ തൊടാൻ ഒരു ശൂന്യതയ്ക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, വിധവയുടെ വീടിനകത്ത് വെളിപ്പെട്ടത്, വിധവയുടെ വീടിനകത്ത് വെളിപ്പെട്ടത്, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ജോലി മേഖലകൾ, ജോബിനകത്ത് അത് സ്വീകരിച്ചു. വിധവയുടെ വീടിനകത്ത് വെളിപ്പെട്ടത് ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത് കാണാൻ പോകുന്നു. ഒരു സീസൺ മുഴുവൻ തീരാനുള്ളത് ഉള്ള ലൈഫിനകത്ത് കർത്താവ് തുറന്നു കൊടുത്തെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, നീ തകർന്നു പോകത്തില്ല, നീ ഒതുങ്ങിപ്പോകത്തില്ല, നീ എഴുന്നേറ്റ് വരും, നീ എഴുന്നേറ്റ് വരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഷാമാന ഹാസ്ബ ചകക്ഷ പ്രബേരിയ. നിങ്ങളുടെ ശൂന്യതകളെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുക. ദയവായി മിനിറ്റുകൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. എൻ്റെ ശൂന്യതയെ ഞാൻ ഇന്ന് രാത്രി പൊട്ടിക്കാൻ തുടങ്ങുകയെന്ന് പറ. നിങ്ങളുടെ ശൂന്യതകളെ പൊട്ടിക്കാൻ ഒരു അഭിഷേകം. ഹല്ലേലൂയ. റബല ഹസ്ബ്ര. ഉദയാന്റി സ്വീകരിച്ചോ? ചില ശൂന്യതകളെ കർത്താവ് പൊട്ടിക്കാൻ തുടങ്ങുക. തലമുറകളുടെ മേൽ കർത്താവ് ചില വിടുതലുകളെ കർത്താവ് അയക്കുന്നു. എങ്ങനെ, എന്താ എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ കർത്താവിൻ്റെ ചില വിടുതലുകൾ അസാധാരണമായി ദൈവം തുറക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു മാവിനകത്ത് വെളിപ്പെട്ട ദൈവമഹത്വം, അല്പവെണ്ണയ്ക്കകത്ത് വെളിപ്പെട്ട ദൈവമഹത്വം,
കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഹോ റീബാബാബാരാധല ഷാറബല ഹന്തരാധന. എനിക്കറിയാം ഭയങ്കര ദൈവശക്തി ആ ശരീരത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ശക്തമായി ഈ വചനം ആ വീടിനകത്ത് ചലിക്കുകയാ. ആ വീടിൻ്റെ ഹല്ലേലൂയ ഓരോ ഏരിയകളിലും ഹോ റാബാലബ ഷാറബാലബ ഓരോ ഏരിയകളിലും ഈ വചനം ശക്തമായി ഇടപെടുന്നു. ആത്മാവ് ശക്തമായി ചലിക്കുന്നു. ചിലരുടെ ലൈഫിനകത്ത് ശൂന്യതകളെ കർത്താവ് നികത്തുന്നു. ഹല്ലേലൂയ. ചിലരുടെ ലൈഫിനകത്ത് ശൂന്യതകൾ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ശൂന്യതകളെ കർത്താവ് നികത്തുന്നു. നാളുകളായില്ലേ ഈ ശൂന്യതയുമായി നീ ഇരിക്കുന്നു. നാളുകളായില്ലേ നിന്റെ വഴികൾ അടഞ്ഞുപോയത്. നാളുകളായില്ലേ നീ മുന്നോട്ട് എങ്ങനെയെന്നോർത്ത് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ നടുവിൽ ലിബിയ വർഗി സ്വീകരിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവമഹത്വം ചലിക്കുന്നു. ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ആത്മാവിൽ കാണുകയാ. യേശുവിൻ്റെ നാമത്തിൽ ശാബാല. നിന്റെ വിഷയത്തിനകത്ത് നീ പരാജയപ്പെടത്തില്ല. വിഷയത്തിനകത്ത് നീ പരാജയപ്പെടത്തില്ല. പറഞ്ഞേ, എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ തോറ്റുപോകത്തില്ല. കർത്താവേ, ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ. ഹോറാബ ഷകരബല. ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് പരാജയപ്പെടത്തില്ലെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. പരാജയപ്പെടത്തില്ല. ഹുറാബല ഹസ്തരാജരശപ്രവേരിയ. നിന്റെ ഹൃദയത്തെ ഉള്ളതുപോലെ നീ കർത്താവിനോട് പറഞ്ഞോ. ഹല്ലേലൂയ. വലിയ മഹത്വം കർത്താവ് നിന്റെ ലൈഫിനകത്ത് ആൻറ്റി കർത്താവ് വെളിപ്പെടുത്തുകയാ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഹോ കർത്താവേ, ആ മഹത്വം ഈ ജനത്തിൻ്റെ മേൽ ചലിക്കട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഹല്ലേലൂയ. ഇവരുടെ കർത്താവേ, ഹല്ലേലൂയ, കലത്തിലെ മാവ് കുറയരുത്. ഇവരുടെ ഭരണിയിലെ എണ്ണ കുറയരുത്. പുതിയ വഴികൾ തുറക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പുതിയൊരു തളിർപ്പ് ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവേ, ഇവരുടെ ലൈഫിനകത്ത് ഈ ദിവസങ്ങളിൽ തുറക്കട്ടെ. ഷാബാറാബാല ഹസ്ബ്രാജഗക്ഷ പ്രവേരിയ. ഇവരുടെ ലൈഫിനകത്ത് ആ മഹത്വം വെളിപ്പെടട്ടെ. ഇവരുടെ ലൈഫിനകത്ത് ആ മഹത്വം ചലിക്കട്ടെ. അസാധാരണമായ നിലയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിനകത്ത് ആ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവെ, അത്ഭുതം ചെയ്യും, വിടുതലയക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ ഒന്നും കുറഞ്ഞു പോകത്തില്ല. ഭയപ്പെടേണ്ട. ധൈര്യമായി നിന്ന് നിങ്ങൾ പ്രശ്നങ്ങളെ ആത്മാവിൽ നേരിട്ട് അതിനെ പിടിക്കുവാൻ, അതിനെ ജയിക്കുവാൻ കർത്താവ് ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക ബലം തരട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ടല്ലോ, എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രത്യേകമായ കഴിഞ്ഞൊരാഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും കർത്താവ് വിടുതലിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനുമുള്ള ടൈമാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.